നമസ്കാരം. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദം ഒഴിയുന്നു. പിൻഗാമിയാകുന്നത് അല്ലെങ്കിൽ മോദിയുടെ പിൻഗാമിയാകുന്നത് യോഗി ആദിത്യനാഥാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്നത് ഒരു ചരിത്രമായിട്ടും ഒരു പ്രതിഭാസമായിട്ടും നിലനിൽക്കുകയാണ്. നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകളും ഭരണ പ്രാഗൽഭ്യവുമൊക്കെ ഇന്ത്യ തിരിച്ചറിഞ്ഞതുമാണ്, ലോകം തിരിച്ചറിഞ്ഞതുമാണ്. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്നത് അധികാരത്തിന് പുറകെ സഞ്ചരിക്കുന്നതിനോ അല്ലെങ്കിൽ അധികാരം കാലാകാലങ്ങളായി തന്നിൽ മാത്രം നിക്ഷിപ്തമാക്കി വയ്ക്കുന്നതിനോ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. അങ്ങനെ വരുമ്പോൾ ഒരു പിൻഗാമി അത്യാവശ്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ പിൻഗാമി ആരാകുമെന്ന ചർച്ചകൾ ശക്തമാകുന്ന സമയത്ത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. അതായത് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ യോഗി ആദിത്യനാഥിനെ പിൻഗാമിയാക്കുമെന്നുള്ള റിപ്പോർട്ടുകളടക്കം ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നത്. എന്നാൽ യോഗിയുടെ ഭരണകാലത്ത് ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ അത് രാജ്യവ്യാപകമായി മാറുമോ എന്നുള്ളൊരു ആശങ്ക അത് ഉയർത്തുന്നുണ്ട്. അത് BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. പക്ഷെ RSSന് ആ നിലപാടുണ്ടോ എന്നറിയില്ല. നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി വാഴ്ത്തപ്പെടുന്ന യോഗി പ്രധാനമന്ത്രിയായുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. UP ന്യൂനപക്ഷങ്ങൾക്ക് വിലയില്ല. മുസ്ലിം പള്ളികൾ മൂടിക്കെട്ടിയും ക്രിസ്മസ് ആഘോഷം തടഞ്ഞും പിടിമുറുക്കുന്ന സംഘപരിവാർ രീതി ഞെട്ടിക്കുന്നതുമാണ്. അപ്പോൾ യോഗി പ്രധാനമന്ത്രിയായാലോ? ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 1998 മുതൽ 2017 വരെ ഗോരഖ്പൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച യോഗി ആദിത്യനാഥ് 2017 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത്. ഹിന്ദുത്വ അജണ്ടയുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങൾ കൊണ്ട് യോഗി പിന്നീട് വാർത്തകളിൽ ഇടം നേടിയെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭരണം ക്രമസമാധാനം മെച്ചപ്പെടുത്തിയെന്നും വികസനം കൊണ്ടുവന്നു എന്നൊക്കെ RSS BJP അനുകൂലികൾ വാദിക്കുമ്പോൾ സംസ്ഥാനം എല്ലാ തരത്തിലും രാജ്യത്തെ പിന്നോക്ക സ്ഥിതിയിലാണേ എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ ആ പ്രതിപക്ഷ ചൂണ്ടിക്കാട്ടലുകൾ എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ആ പ്രതിപക്ഷത്തിന്റെ സീറ്റ് നില പരിശോധിച്ചാൽ മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്കാർക്കും ഉത്തർപ്രദേശിൽ വീണ്ടും ഭരണത്തിലേക്ക് എത്താൻ കഴിയാതായി പോകുന്നത്? കോൺഗ്രസിനാണെങ്കിലും ഒപ്പം തന്നെ ജനതാദളിനാണെങ്കിലും ഒക്കെ എന്തുകൊണ്ട് കഴിയുന്നില്ല? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു സീറ്റ് പോലും നേടിയെടുക്കുവാൻ കോൺഗ്രസിന് കഴിയാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ വളരെ വലിയ ചോദ്യങ്ങൾ ഉത്തർപ്രദേശിൽ ഉയർന്നു വരുമ്പോഴും യോഗി ആദിത്യനാഥ് അജയ്യനായി അവിടെ തുടരുകയാണ്. അദ്ദേഹത്തെ പിടിച്ചു കെട്ടുവാൻ ഇവിടുത്തെ പ്രതിപക്ഷ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. മോദി എന്തുകൊണ്ട് വിരമിക്കുന്നു എന്ന് ചോദിച്ചാൽ, മോദി ഒരു 75 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹം വിരമിക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ ഭരണകാലാവധി കഴിഞ്ഞ ശേഷം മാത്രമേ അദ്ദേഹം രാഷ്ട്രീയത്തിലെ ഉന്നത സ്ഥാനങ്ങൾ ഉപേക്ഷിക്കുകയുള്ളൂ. RSSുമായുള്ള അടുപ്പം വർദ്ധിച്ചത് യോഗിയുടെ ദേശീയ നിലവാരത്തിലേക്കുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്കുള്ള ഉയർച്ചയെ സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമിത്ഷായേക്കാൾ BJPക്കുള്ളിൽ യോഗിക്കാണ് പിന്തുണ കൂടുതൽ എന്ന് പിൻഗാമി എന്ന സാധ്യതയിലേക്ക് അദ്ദേഹത്തെ വിരൽ ചൂണ്ടുന്നത് പോലും അതുകൊണ്ടാണ്. കാരണം RSSന് കുറച്ചുകൂടി എളുപ്പം യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥിനോട് സംവദിക്കുന്നതാണ് RSSനും താല്പര്യം. അമിത്ഷാ ഒരല്പം അകലെയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുവാനും പ്രധാനമന്ത്രിയാക്കുവാനും ഒരിക്കലും RSS തയ്യാറാകില്ല. യോഗിയുടെ ഭരണകാലത്ത് ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കടുത്ത വിവേചനമാണ് നേരിട്ടത്. ആംനസ്റ്റി ഇന്റർനാഷണൽ യോഗിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടായിരുന്നു. 2021 ഉത്തർപ്രദേശ് പ്രൊഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയസ് ആക്ട്, അതായത് ആന്റി കൺവേർഷൻ നിയമം, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഉപകരണമായിട്ട് വിമർശിക്കപ്പെടുന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 2023 റിപ്പോർട്ട് എന്ന് പറയപ്പെടുന്ന മതപീഡനങ്ങൾ, വർഗീയ ആക്രമണങ്ങൾ എന്നിവ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2025 മാർച്ചിൽ ഹോളി ആഘോഷത്തിന് മുന്നോടിയായിട്ട് സംഭാലിൽ ജമാ മസ്ജിദ് ഉൾപ്പെടെ പള്ളികൾ ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് മറച്ചത് അന്ന് ഏറെ വിവാദം ഉണ്ടാക്കിയിരുന്നു. അതും ഇതേ യോഗി ആദിത്യനാഥ്.
ഇത് പള്ളികളെ മറച്ചു പിടിക്കുന്ന നടപടിയാണ് എന്നും ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് എന്നും അന്ന് വിമർശനമായിരുന്നു. BJP നേതാക്കൾ മുസ്ലിങ്ങളോട് ടാർപോളിൻ ഹിജാബ് ധരിക്കുവാൻ പോലും നിർദ്ദേശിച്ചത് അന്ന് വിവാദമുണ്ടാക്കി എന്നുള്ളതാണ്. ഏകദേശം ഒരു 200 പള്ളികൾ ഇത്തരത്തിൽ മറച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണെന്ന് വന്നത്. ഇനി മറ്റൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വർഷം ഇപ്പോൾ ഉത്തർപ്രദേശിൽ സ്കൂളുകൾക്ക് ക്രിസ്മസ് അവധി നിഷേധിച്ചു. ഡിസംബർ 25-ന് അടൽ ബിഹാരി വാജ്പേയിയുടെ ശതാബ്ദി ആഘോഷിക്കാൻ സ്കൂളുകൾ തുറക്കണമെന്നും യോഗി സർക്കാർ ഒരു നിർദ്ദേശം നൽകി. ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ ആവശ്യപ്രകാരമാണ് ഈ തീരുമാനമെന്ന് ഒരു ആരോപണവും വരുന്നു. അപ്പോൾ ഇത് മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്നും ന്യൂനപക്ഷങ്ങളുടെ പ്രതീകാത്മക ഒഴിവാക്കലാണ് എന്നും വിമർശനമുയർന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെയുള്ള ആന്റി കൺവേർഷൻ നിയമത്തിന്റെ ഭീഷണിയാണ് അതിനകത്തുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ യോഗി പ്രധാനമന്ത്രിയായാൽ ഉത്തർപ്രദേശിലെ മോഡൽ ദേശീയതയിലേക്ക് വ്യാപിക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ വ്യാപിപ്പിക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അനുകൂലികൾ അദ്ദേഹത്തെ ശക്തനായ നേതാവായി കാണുമ്പോൾ വിമർശകർ മതപീഡനങ്ങൾ വർദ്ധിക്കുമെന്ന് ഭയപ്പെടുന്നു. US റിപ്പോർട്ടുകൾ എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല BJPയുടെ ദേശീയ അജണ്ടയും RSSന്റെ പിന്തുണയും യോഗിയുടെ ഉയർച്ചയെ സ്വാധീനിക്കുമെന്നുള്ള കാര്യം ഉറപ്പുമാണ്. പക്ഷെ എന്തു പറഞ്ഞാലും 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഒഴിയണമെന്ന് താല്പര്യപ്പെട്ടിരുന്ന നരേന്ദ്രമോദിയെ 3ാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്നത് RSSും BJPയുമാണ്. പക്ഷെ ആ BJPക്കും RSSനും പിടികൊടുക്കാതെ വരുന്ന 2029 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പടിയിറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിന് അധികാര സ്ഥാനങ്ങളോട് ഒരിക്കലും ഒരു മോഹവും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 12 വർഷക്കാലം അദ്ദേഹം എങ്ങനെയാണോ ഇന്ത്യയെ നോക്കി മുന്നോട്ട് കൊണ്ടുപോയത്, വ്യാപാര വ്യവസായ വിപ്ലവം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ചത്, അത് തന്നെയായിരിക്കും വരുന്ന 3 വർഷക്കാലം കൂടി അദ്ദേഹം ഈ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നതും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ വീണ്ടും സ്റ്റാമ്പ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷെ അത്തരത്തിലൊരു നേതാവിനെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാവ് സ്വമേധയാ പിന്മാറുമ്പോൾ, ഒന്നുകിൽ അതുപോലൊരു നേതാവ്, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു നേതാവ്. പക്ഷെ അങ്ങനെ ഒരാൾ ഇനി BJPയിലും RSSലും ഉണ്ടാകില്ല. നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി മാത്രമാണ്. ഒരിക്കലും യോഗി ആദിത്യനാഥിനോ മറ്റേതെങ്കിലും ഒരു നേതാവിനോ ഒരിക്കലും മോദിയാകാൻ കഴിയില്ല.